ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കണ പാർട്ട് 2 ആയിട്ടാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കിളീന്റെ അടുത്ത് പോയിണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2 ആണിത്. ഞങ്ങൾ ഇത് പോണ വഴിയാട്ടോ. ഞങ്ങള് പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്ത് കുറെ ദൂരം നടക്കണമെന്ന്. അതൊക്കെ നിങ്ങൾ കണ്ടോ? പാർട്ട് 1 കണ്ടിട്ട് വേണം ഇത് കാണാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് അവിടെ കുറച്ച് നടക്കാനുള്ള അവിടെ എത്തി. ഞാൻ എന്ത് ചെയ്ത് ബ്രെഡൊക്കെ എടുത്തിട്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായിട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരണ മുമ്പ് എന്താ ചെയ്ത് പപ്പനെ എടുത്ത് കടയിൽ എത്തിയിട്ട് പറഞ്ഞ് ബ്രെഡ് വാങ്ങിച്ചിട്ട് വന്നാ മതി. ഞങ്ങൾ എന്താ ചെയ്ത് കൊറേ ബ്രെഡൊക്കെ കൊണ്ടുപോയില്ലാന്ന് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് കൊറേ ബ്രെഡൊക്കെ എടുത്തുകൊണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എന്താ ചെയ്ത് കിളീനൊക്കെ പറ്റിച്ചു. പിന്നെ ഞങ്ങള് ബ്രെഡ് കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്താ ചെയ്ത് ഇങ്ങനെ എന്തേലും കൊടുക്കാന്ന് വിചാരിച്ച് എന്തേലും ബാഗിലുണ്ടോ നോക്കിയതാ. അപ്പൊ ഒരാള് വന്നിട്ട് എനിക്കെന്താ ചപ്പാത്തിയൊക്കെ തന്നു. പുതിയ തോന്നുന്നു ചപ്പാത്തി തന്ന്. പിന്നെ അവര് ചപ്പാത്തി ഒന്നും തിന്നണില്ല. അതുകൊണ്ട് എന്താ ചെയ്ത് എനിക്ക് നോക്ക് തന്നിട്ട് അവര് പോയി. പിന്നെ എന്താ ചെയ്ത് ഞങ്ങള് ചപ്പാത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്താ ചെയ്ത് കിളിക്ക് വേണ്ടിട്ടുണ്ടാ ഞങ്ങൾ ഓറഞ്ച് കൊണ്ടുണ്ടായിരുന്നു. ചൂച്ച ഓറഞ്ചിന്റെ മാങ്ങ എപ്പോഴും പറയും മാങ്ങ മാങ്ങ എന്ന് പറയും. അതെന്നോട്ടാ ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് അതൊരു ആപ്പിളും ഓറഞ്ചും ഒക്കെ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് അതുകൊണ്ട് ഞങ്ങള് ഓറഞ്ച് കുറെ കൊണ്ടുണ്ടായിരുന്നു. അതിന്റെ തൊലി എടുത്തിട്ട് അതിന് കൊടുത്ത് അത് പിന്നെ തുപ്പിക്കളയ. മറ്റേ കിളി പിന്നെ തുപ്പിക്കളയ. ചൂച്ചാണെങ്കിൽ പപ്പയുടെ കയ്യിലിരുന്ന് അക്കുന്റെ കയ്യിലൊക്കെ ഇരുന്നിട്ട് കിളിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടാന്ന് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴില്ലേ എന്തായാലും സൺഗ്ലാസ് എന്തായാലും ഇടണം കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞിട്ട് സൺഗ്ലാസ് ഇട്ടില്ലെങ്കിൽ കിളികളൊക്കെ വന്നിട്ട് കണ്ണിൽ കുത്തും. പിന്നെന്താ ചില ചങ്ങലിന്റെ അടുത്ത് പോയി നിക്കാൻ പാടില്ല കേട്ടാ. സെക്യൂരിറ്റി വീണ്ടും പറഞ്ഞ് അതിന്റെ അടുത്ത് നിന്നാൽ നമ്മള് ആ സാധനം പൊട്ടി നമ്മൾ അങ്ങോട്ട് കിളികളൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇപ്പൊ തന്നെ ബ്രെഡൊക്കെ കൊടുത്ത് നിക്കേട്ടാ. ഞങ്ങളതില് കുറച്ച് 3-4 ബ്രെഡുകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. ബ്രെഡ് കഴിഞ്ഞെന്ന് പലിക്ക് പറഞ്ഞ് എന്നെ പറ്റിച്ചു. പേഗ് തുറന്ന് നോക്കുമ്പോഴേല് ഒരു വലിയ പീസ് കിട്ടി. കുറെ ആൾക്കാരെ തലയിലൊക്കെ നിൽക്കട്ടെ. അത് ഹൈറ്റില്ല ആൾക്കാരെ തലയിൽ മാത്രമേ നിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഞങ്ങളെ കൂടെ വന്ന അക്കുന്റെ തലയിലും കിളി എന്തിട്ടോ ഇരുന്ന്. ഇതിന്റെ പേര് ഇംഗ്ലീഷില് സീഗൾസ് എന്നാണ്. മലയാളത്തിലാണെങ്കിൽ കടൽ കാക്കാണ്. ഞാനാണെങ്കിൽ കൊറേ കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് ബ്രെഡ് കഴിഞ്ഞപ്പോ അവര് ചപ്പാത്തി തന്നു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്ത് ചപ്പാത്തി എടുത്ത് കൊടുക്കുകയെന്നിട്ടാ. ആ സമയത്തിന് ആ ബ്രെഡ് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവാന്നറിയോ? എന്റെ കയ്യിൽ നിന്ന് വരണ്ടെങ്കിൽ എടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പോകും. ഞാനാണെങ്കിൽ അപ്പൊ തന്നെ വേർത്തുണ്ടാവും. എന്റെ കയ്യിൽ നിന്ന് എന്റെ എടുക്കാണ്ട് ഞാൻ എന്താ ചെയ്തതറിയോ? കടലിലേക്ക് ബലിക്കയുടെ കയ്യിൽ നിന്ന് എടുത്ത് കണ്ടുവേണമെന്ന് ബലിക്ക് അറിയണില്ല. ബലിക്ക് കാക്ക വരുമ്പോ എന്താ ചെയ്യാ? അത് വലിക്കും. ഒരെണ്ണം പോലും ചുവന്ന് തിന്നിട്ടില്ല. അത് വരുമ്പോ വലിക്കല്ലേ. എങ്ങനെ ഞാനാ ഞങ്ങൾ ചപ്പാത്തി കൊടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തറിയോ? ഇത്രയും കൂടി ചപ്പാത്തി ഉണ്ടാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ പൊട്ടിച്ച് കുഞ്ഞെ പീസ് അവരെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് മേലക്ക്. അതാകുമ്പോ കിളികളൊക്കെ പറന്ന് പോകുമ്പോ തിന്നല്ലോ. പിന്നെ കൊറേ കിളികളൊക്കെ ചൂച്ചൂര് പപ്പാക്കു മാറി എടുക്കണ കാരണം അവനക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടാ. അവന് നിക്കണില്ല അവിടെ തന്നെ. എല്ലാരും എടുത്ത് നടക്കണ്. ഞാനാണെങ്കിൽ വലിയ പീസ് ബ്രെഡൊക്കെ കൊടുക്കണ്ട. ബൽക്കാണെങ്കിൽ നല്ല പേടി. ബലിക്കാണെങ്കിൽ കടൽ കാക്ക വരുമ്പോ എന്താ ചെയ്യും? കൈ ഇങ്ങനെ വലിക്കും. അത് തിന്നാൻ വരുന്ന സമയത്ത് അത് വലിക്കും. ഞാനാദ്യം അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തേനെ കൊടുക്കുന്ന ആ സമയത്ത് ഒരു കടൽ കാക്ക വന്നിട്ട് ബലിക്കയുടെ കയ്യിൽ എടുത്തുകൊണ്ടായി. കറുത്ത സമയത്ത് വലിച്ചു. ഖത്തറിലെ ആൾക്കാരും എന്തായാലും അങ്ങോട്ട് പോകണം കേട്ടോ. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിക്ക് അവിടെ പോയപ്പോഴാ ഇഷ്ടായി. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണട്ടാ. ഞാനാണെങ്കിൽ എന്ത് ചെയ്ത് കൊറേയൊക്കെ എടുത്തിണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോൾ അവിടെ ഷിപ്പുകളും ബോട്ടുകളൊക്കെ ഉണ്ടാകുന്നു. അതിലാണെങ്കിൽ ആൾക്കാരുണ്ടാകുന്നു. ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പല രാജ്യത്തെ ആൾക്കാരൊക്കെ നമുക്ക് കാണും.
പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് നല്ല രസത്തിൽ കിളികൾക്കൊക്കെ ഫുഡ് കൊടുത്ത്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കിളികളൊന്നും എന്റെ കയ്യിൽ നിന്ന് തിന്നാണില്ല. അതുകൊണ്ട് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് എന്താ ചെയ്ത് അത് വലിച്ചെറിഞ്ഞു. നിങ്ങളെ ദൂരെ കാണുന്ന ബിൽഡിങ് കണ്ട? ആ ബിൽഡിങ്ങിൽ അക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഒരു ദിവസം പോണട്ടോ. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ഒരു ദിവസം പോവും. ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാട്ടോ. ഇത് കടൽക്കാക്കയുടെ ഒരു സീസണാണ് കേട്ടോ. എല്ലാ ദിവസം വന്നാൽ നമുക്കൊന്നും കാണാൻ പറ്റൂല. സീസൺ ഇല്ല ദിവസം വരണട്ടോ, എന്നാലാണ് നല്ല രസം ഉണ്ടാവുക. പിന്നെ ഇങ്ങോട്ട് വരണവരൊക്കെ എന്തായാലും ഫുഡുകളൊക്കെ കൊണ്ടുവരട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഫുഡുകളൊക്കെ സോഫ്റ്റ് കേക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ ബ്രെഡ് സോഫ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതിട്ടോ. അല്ലെങ്കിൽ അവർ തിന്നില്ല. ചപ്പാത്തി കട്ടില്ല, കാരണം അവർ തിന്നില്ല. അക്കുവിന്റെ കൈ പിടിച്ചിട്ടാട്ടോ ഞാൻ നടക്കണത്. ചൂച്ചു എനിക്കൊരു കൂട്ടായി, ചൂച്ചുക്കൊരു കൂട്ടും ഇല്ല. അവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് കുറെ സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ നടന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ നടന്ന പോണ കടന്റെ മേലെയാണ്. അവിടെ ഒരു പാലം പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളെ തൊട്ട് ലെഫ്റ്റിലൊക്കെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് താഴേക്ക് ഇറങ്ങണ സമയത്താണ് ഒരു സാധനം കണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് തരാട്ടോ. ഞങ്ങളാണെങ്കിൽ വണ്ടീന്റെ അടുത്ത് പോയിണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചൂച്ചിന്റെ ഒന്ന് നോക്കിയപ്പോ ചൂച്ച് നടക്കുന്നുണ്ടാ. ഇങ്ങനെ കൈയും കാലും കുത്തിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കഷ്ടപ്പെട്ടിടാ കുട്ടി കയറുന്നു. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് അങ്ങോട്ട് നടന്നപ്പോഴാണ് എന്താ കണ്ടത്, ഇതുപോലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്ത് അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ. പിന്നെ ഡാൻസ് കളിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കാറിന്റെ അടുത്ത് പോയി. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ കാറിന്റെ അടുത്ത് പോവാണ് കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഞാനാണെങ്കിൽ എന്താ ചെയ്ത് ബാഗിൽ കുറെ സാധനങ്ങൾ ഇട്ടാത് ഞങ്ങൾ തിന്നാൻ കൊണ്ടേതാ. എന്താ ചെയ്ത് കൈയൊക്കെ വാരി തിന്ന്. പിന്നെ ആ റോട്ടിലുള്ള ലൈറ്റുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഭംഗി നല്ല രസമുള്ള കാറുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമല്ല. ബൈക്കുകളൊക്കെ ഇതിക്കടെ പോയിട്ട് 2-3 ബൈക്കുകളൊക്കെ പോയി. ഞാനും അക്കു എന്താ ചെയ്ത് സ്പീഡിൽ പോയി. അതുകൊണ്ട് ചൂച്ചുവിനെ കണ്ടാത്തോണ്ട് ചൂച്ചു പറഞ്ഞ അക്കു മുമ്പ് അവിടെ നിക്കുന്നത്. അന്നേ ഞങ്ങളൊന്നും നിന്നില്ല. എന്നിട്ട് ചൂച്ചു പിണങ്ങിട്ട് ആ കാറിന്റെ അവിടെ പോയിട്ട് നിന്ന്. പിന്നെ അത് വരണില്ല. എനിക്ക് പിണക്കം വന്നിട്ടുണ്ടെങ്കിലില്ല, പിണക്കം മാറാൻ വേണ്ടി ഭയങ്കര ടഫാണ്. ചൂച്ചുവിനും കുറെ അറബിക്കുട്ടികൾ കാണുമ്പോ ചൂച്ചിന്റെ അടുത്ത് ഓടി വരും കേട്ടോ. കുറച്ച് അറബിക്കുട്ടികൾ വന്നിട്ട് ചൂച്ചിനെ തൊട്ടിട്ട് കളിപ്പിക്കണ്ടാന്നിട്ടോ. അത് മാത്രല്ലാണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കിക്കണ സമയത്ത് ഞങ്ങളൊന്നും അത് വീഡിയോ എടുത്തില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് വീഡിയോ എടുക്കണ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ വെക്കണെങ്കിൽ കൈ പിടിച്ചിട്ട് നടന്നു വേണ്ടാന്നിട്ടോ. പിന്നെ അത് മാത്രല്ല ഞാനിങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു ബാക്കിൽ സൗണ്ട് കിട്ടാതെ എന്താ വെച്ചാൽ ചൂച്ച് പറയുന്ന ഉമ്പാപ്പാവലെ അക്കു പോലെ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് 2-3 പാർക്കുകളൊക്കെ ഉണ്ടാന്നിട്ടോ. ഞാനെന്ത് ചെയ്ത് പിന്നെ പാർക്കിൽ കയറാൻ നിന്ന്. കുറെ കുട്ടികളാണെങ്കിൽ സൈക്കിളും പിന്നെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിണ്ടാന്ന്. എന്നിട്ട് അവരത് എടുത്തിട്ട് എൻജോയ് ചെയ്യണ്ടാന്ന്. ഞങ്ങള് കാർ പാർക്ക് ചെയ്തത് കുറെ ദൂരം ഉണ്ടാന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ദൂരം നടക്കാണ്ടാന്ന്. ഇവിടെ എപ്പോഴും വരുന്ന ആൾക്കാരൊക്കെ സൈക്കിൾ ഇങ്ങനെ ഷൂ ഒക്കെ കൊണ്ടുവരുന്നുണ്ടാന്ന് കേട്ടോ. അതുകൊണ്ട് അവരിങ്ങനെ കളിക്കും. അത് മാത്രല്ലാണ്ട് അവരെ പാരന്റ്സ് പിന്നെ ചെയർസും പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. അതുകൊണ്ട് അവരെ പാരന്റ്സ് ഫുഡ് കഴിക്കണ സമയത്ത് എന്ത് ചെയ്യും, അവര് കളിക്കും. ഞാൻ എന്താ ചെയ്ത് ഇങ്ങനെ ഇതില് പോകണ്ടെന്നിട്ട് ഒരെണ്ണം മാത്രമേ വെറുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ കയറി. ഇവര് എല്ലാരാണെങ്കിൽ പോയി. അക്കും വലിക്ക് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാകുന്നുള്ളൂ. ഞാൻ പറയില്ല കുറെ ആൾക്കാർ ഷൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അവര് ഉണ്ടാന്നിട്ടോ. പിന്നെ അത് മാത്രല്ല ഞാൻ ഇതിനെ മേല് കയറി. അപ്പൊ ഞാന് ഹെൽപ്പ് അക്കു എന്ന് പറഞ്ഞ് നിക്കണ്ടാന്ന്. അക്കാണെങ്കിൽ ബാക്കി വന്നേ. ഫ്രണ്ടി വരാൻ പറഞ്ഞിട്ട് ബാക്കിലല്ലോ വന്ന്. പിന്നെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോ അപ്പൊ തന്നെ വീണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു ട്രൈയും കൂടി ചെയ്യാന്ന് വിചാരിച്ച് ഒരു ട്രൈയും കൂടി ചെയ്ത് ഫ്രണ്ടി വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇതുപോലെ ചാടി പോയിട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ട് പോകുമ്പോ നാട്ടിലൊന്നും ഞാൻ കറക്റ്റാവൂല. ഇന്നത്തെ കുഞ്ഞെ വീട് കഴിയാനായിട്ടോ. അപ്പൊ എല്ലാരും എന്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.